ഈ സംഭവമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ഇവരെ കതക് തല്ലി പൊളിക്കാൻ നോക്കുക. മനസ്സിലാവില്ല ആരാണെന്ന്. അത്രയും വേഗത്തിൽ കുത്തി പൊളിക്കുന്നത് പോലെയാണ് തല്ലുന്നത്. അങ്ങനെ ആരാ ചെയ്യുക? അങ്ങനെ ആരും ചെയ്യാൻ വഴിയില്ലെന്നും പറഞ്ഞിട്ട് ഈ ഇറ്റലിക്കാരൻ, നിങ്ങൾ ആരാണ്? എന്റെ വീട്ടിൽ ക്യാമറയുണ്ട്, ആക്രമിക്കാൻ ശ്രമിക്കരുത്, ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയാ. ഉടനെ വന്നവർ പറയും, ഞങ്ങൾ തന്നെ പോലീസാടാ, ഞങ്ങൾ NYPD, ഡോറ് തുറക്കുന്നു. ഇയാൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കയ്യിൽ വാറണ്ടുണ്ടോ? എന്തിനാ ഡോറ് പൊളിക്കണേന്നും പറഞ്ഞ് ചോദിച്ച് അടുത്ത് പോകവേ പുള്ളിക്കാരന്റെ കണ്ണിലേക്ക് എന്നെ ഈ പോലീസ് വെടിവെച്ചു. ഇത് കാണുമ്പോൾ അമേരിക്കൻ തിരിച്ച് ഡോറിന് നേരെ വെടിവെച്ച് ഒരു പോലീസുകാരനെ വീഴ്ത്തി ഈ ഇറ്റലിക്കാരനെ അവിടുന്ന് രക്ഷപ്പെടുത്തും. പുറകിലേക്ക് വലിച്ചെടുത്തോണ്ട് വരിക. ഇവിടെ ഇങ്ങനെ പോലീസ് എത്തിയെന്നവർക്ക് മനസ്സിലായില്ല. അവര് തുരുതുരാ വെടിവെക്കുന്നുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാശ് അവിടെ വെച്ചിട്ടും കാര്യമില്ല. സോ ഇവർ സേഫ് ചെയ്യുന്ന പണമൊക്കെ പുറത്തേക്ക് എടുക്കുക. ആ നേരത്ത് ഹീറോ മൊട്ട പോലീസുകാരനോട്, എന്തിനാണ് നിങ്ങളുടെ ആള് ഈ ടൊറിയാനോനെ ഷൂട്ട് ചെയ്തത്? അത് ശരിയല്ലല്ലോ, ഈ കേസ് ഞാനല്ല അന്വേഷിക്കണേ എന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ മൊട്ട പോലീസ് പറയും, അവര് സഹോദരൻ മരിച്ചതിന്റെ വേദനയിലാണ്, അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ നോക്കിയതാ. ഇനി അവരെ ആവർത്തിക്കില്ല, ഞാൻ ഉറപ്പു നൽകുന്നു. അവര് നിങ്ങളെ സഹായിക്കുകയുള്ളൂ, കുഴപ്പമുണ്ടാക്കില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാ പുള്ളി. ആ നേരത്ത് മറ്റേ ഇവിടുത്തെ വെടികൊണ്ട പോലീസുകാരന്റെ കോള് വരും വോക്കി ടോക്കിയിൽ. ദിസ് ഈസ് കെല്ലി, ഞങ്ങൾ ആ കില്ലേഴ്സ് ഉള്ള സ്ഥലത്തുണ്ട്, 9th സ്ട്രീറ്റിലാണ്, ഇവിടുത്തെ പോലീസുകാർക്കും വെടിയേറ്റു, എത്രയും പെട്ടെന്ന് ബാക്കപ്പ് വരുമെന്ന് പറഞ്ഞ് കോള് വരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായില്ല ആ പോലീസുകാരൻ എങ്ങനെയാണ് നമ്മുടെ ചെക്കന്മാരുള്ള സ്ഥലം മനസ്സിലായെന്ന്, കണ്ടുപിടിച്ചെന്ന്. നമുക്കറിയുന്നില്ലല്ലോ. എന്തായാലും അങ്ങോട്ട് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് ഹീറോ കാർ ഓടിച്ച് അങ്ങോട്ട് വരികയാണ്. ആ നേരത്ത് ഈ വെടിയുണ്ട ഇറ്റാലിക്കാരൻ പറയും, ഫക്കിങ് 85, അവന്മാരാണ് ഇങ്ങനെ ചെയ്തത്. ഇത് കേൾക്കണ ആഫ്രിക്കന് മനസ്സിലാവില്ല. 85ഓ, നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പൊ ഇറ്റലിക്കാരൻ കൈ ചൂണ്ടി കാണിക്കും, ആ പെൻഡ്രൈവിൽ 85നെ പറ്റി എല്ലാ വിവരങ്ങളും ഉണ്ട്, അത് അവരുടേതാണ്. ഇയാൾ എന്താ പറയണേന്ന് ആഫ്രിക്കന് മനസ്സിലായില്ല. എന്തായാലും ചെറുക്കൻ ഓടിപ്പോയി അത് എടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നേരം ഇറ്റലിക്കാരനോട് ചോദിക്കും, ഈ തമ്പ് ഡ്രൈവിൽ എന്താ ഉള്ളതെന്ന്. അയാൾ പറയും, കൂൾ ഹാൻഡ്, അതാണ് പാസ്വേഡ്, കൂൾ ഹാൻഡ്. പിന്നൊന്നും അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. പുള്ളിയുടെ ബോധം പോയി. ഇവർക്ക് അവിടെ കാത്തിരിക്കാനും പറ്റില്ല. പോലീസുകാരകത്തേക്ക് കടക്കുകയും ചെയ്തു. സോ പിള്ളേര് ടെറസിന്റെ മണ്ടേ ചാടിക്കേറി എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. പോലീസ് അകത്തേക്ക് വരുമ്പോഴേക്കും ഈ സമയം കൊള്ളച്ചക്കന്മാര് രക്ഷപ്പെട്ടു. അവർ ഓൺ ദ ലൂസാണ്, റോഡിലൂടെ ഓടുന്നുണ്ടെന്ന് വോക്കി ടോക്കിയിൽ കേൾക്കാം. അതേ സമയത്താണ് ഹീറോയും വണ്ടി ഓടിച്ചു വരുന്നത്. ഹീറോയുടെ മുന്നിൽ കൂടെയായിരിക്കും അവർ ഓടുന്നത്. പിള്ളേരെ കിട്ടി, ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ പിടിക്കാമെന്നും പറഞ്ഞ് ഹീറോയും ആ പെൺ പോലീസും കൂടെ ഇവന്മാരെ പുറകെ ഓടിച്ചില്ല. ഇവരൊരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറി. അപ്പോഴാണ് നമ്മുടെ അമേരിക്കൻ മനസ്സിലാക്കുന്നത്, അവനൊരു വെടി കൊണ്ടിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ പിടിക്കപ്പെടും, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, നീ വേറെ വഴിയെ പോ, അങ്ങനെ ചെന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, പറയുന്നത് കേൾക്ക്, നമുക്ക് മയാമി വെച്ച് കാണാമെന്നും പറഞ്ഞ് ഇവൻ ഓടിപ്പോവാ. സത്യത്തിൽ അവൻ പിടിക്കപ്പെട്ടാലും അനുജനെ രക്ഷപ്പെടുത്തണം എന്നാണ് ഈ അമേരിക്കൻ വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പൊ രണ്ടുപേരും രണ്ട് വഴിയെ തിരിഞ്ഞു. അവര് രണ്ട് വഴിയെ തിരിഞ്ഞത് മനസ്സിലാക്കിയിട്ട് ഹീറോയും ലേഡി പോലീസും അവരും രണ്ട് വഴിയെ തിരിഞ്ഞ് ഇവരെ പിടിക്കാൻ വേണ്ടി പോവാ. നമ്മുടെ അമേരിക്കൻ അവൻ നല്ല ഷൂട്ടറാണല്ലോ, വെടിയും കൊണ്ട് അവന് അധികം അനങ്ങാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഹീറോ പുറകെ വരികയാണെങ്കിൽ വെടിവെക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുക. എന്നാൽ ആ നേരത്ത് അവിടെ ജോലി ചെയ്യുന്ന ഏതോ ഒരു പാവം പുള്ളിക്കാരനിടയിൽ കയറുമ്പം ഈ കില്ലർ ചെറുക്കൻ അയാളെ ഷൂട്ട് ചെയ്യും. ആ ഗ്യാപ്പിന് ഹീറോ ഈ അമേരിക്കനെ ഷൂട്ട് ചെയ്ത് അവൻ അനങ്ങാൻ പറ്റാതാക്കുക. ഇനി അവന് രക്ഷയില്ല, എന്തായാലും മരണപ്പെടും. ആ നേരത്ത് അവൻ ഹീറോയോട് പറയാണ്, മൈക്ക്, അവനെ നിങ്ങളൊന്നും ചെയ്യരുതേ, അവൻ എന്നെ പോലെയല്ല, അവൻ നല്ലവനാണെന്ന്. ഇതും പറഞ്ഞ് പുള്ളിക്കാരൻ മരണപ്പെടുകയാണ്. ഇവിടെ ആഫ്രിക്കനെ പിടിക്കാൻ പോയ ലേഡി പോലീസ് അതിനെ ആ ചെറുക്കൻ തന്നെ പിടിച്ചു. എന്നിട്ട് അവൻ പോലീസുകാരോട് ചോദിക്കുക, സത്യം പറയടി, റേ മരിച്ചോ? റേമണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്തു? അവനിപ്പോൾ എവിടെയാണ്? അവളൊന്നും പറയാൻ നിൽക്കുമ്പോൾ ഹീറോ തോക്കുമായി അങ്ങോട്ട് വരും. മൈക്കിൾ, അവളെ ഒന്നും ചെയ്യരുത്, നിന്റെ കൂട്ടുകാരൻ, നിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പൊ ലേഡി പോലീസ്, എന്നെക്കുറിച്ച് ആലോചിക്കണ്ട, താൻ വെടിവെച്ചോ, ക്ലിയർ ഷോട്ടുണ്ട്, താൻ ഷൂട്ട് ചെയ്യും. എന്നാൽ ഹീറോ ഷൂട്ട് ചെയ്യില്ല, മൈക്കിളിനോട് സംസാരിക്കുക, ഇനിയും എത്ര പേരെ നിങ്ങൾ കൊന്നാലും രക്ഷയില്ല എന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? ഇത് ഇത്രയും ആക്കി തീർത്തത് റേമണ്ടാണ്, നീയല്ല. നിന്റെ റെക്കോർഡ്സ് ഞാൻ നോക്കിയതാ, അത് ക്ലീൻ ആയിരുന്നു. ആർമിയിൽ നിനക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്രയും പക. വേണ്ട മൈക്കിൾ, നിനക്ക് നല്ല മനസ്സുണ്ട്, ഞങ്ങളീ പലരും കില്ലേഴ്സാ, എന്നാൽ നീ അങ്ങനെയല്ല. അത് കേൾക്കുമ്പോൾ മൈക്കിൾ ചോദിക്കും, അതെങ്ങനെ നിനക്കറിയാന്ന്? അതിന് ഹീറോ, നീ കില്ലർ ആയിരുന്നെങ്കിൽ ആ പെണ്ണിനെ ഇപ്പൊ തന്നെ കൊന്നേനെ, പക്ഷെ നീ കൊന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ലേഡി പോലീസ്, താൻ എന്ത് പ്രാന്താണോടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെക്കടാ വെടി, അവൻ എന്റെ തലയ്ക്കാ തോക്ക് വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് അവനോട് മനസ്സമാധാനം പറയുന്നത്. നീ എന്ത് പോലീസുകാരനാ വെക്കടാ വെടി എന്ന് പറയാണ് ആ ലേഡി. അപ്പൊ ഹീറോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോട്ടെ എന്നും പറഞ്ഞ് അവനോട് ചോദിക്കുക, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. അപ്പൊ മൈക്കിള് പറയും, നടന്ന കാര്യങ്ങളിലൊന്നും ഒരു സെൻസ് ഇല്ലായിരുന്നു, അവിടെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്, പക്ഷെ അവിടെ മാനേജർ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോലീസ് വരുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ അവൻ വാച്ച് ചെക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്റ്റോക്ക് ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നു. 300 കിലോ കൊക്കെ. അത്ര ഐറ്റമൊന്നും ഈ സിറ്റി കൂടെ കൈമാറാൻ പറ്റില്ല, പോലീസ് അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. പിന്നെ എങ്ങനെ സംഭവിച്ചു? ഞങ്ങൾ എത്തി മിനിറ്റുകൾക്കുള്ളിൽ ആ ഫ്രോഡിന്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നിരുന്നു. അവർക്കെങ്ങനെ ആ സ്ഥലം അറിയാം? ഒരു വാണിംഗ് പോലും കൊടുക്കാതെയാണ് അവർ ഷൂട്ട് ചെയ്തത് അയാളുടെ കണ്ണിലേക്ക്.
ഞാൻ ഇറങ്ങാൻ നേരം ആ ഫ്രോഡ് എനിക്കൊരു പെൻഡ്രൈവ് തന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നെ പിടിവിടറാന്നും പറഞ്ഞ് ആ ലേഡി പോലീസ് മൈക്കിളിനെ തട്ടി മാറ്റാൻ നോക്കുക. അപ്പൊ മൈക്കിൾ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഉടനെ ഹീറോ, നീ അവളെ ഷൂട്ട് ചെയ്താൽ എനിക്ക് നിന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ നീ പറഞ്ഞതുപോലെ ഇതിനൊരു സെൻസും ഉണ്ടാവില്ല. എല്ലാം നിന്നോട് കൂടെ അവസാനിക്കും. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയില്ല. സോ ഞാൻ പറഞ്ഞ അനുസരിക്ക് ആ ഗൺ താഴെ വെച്ച് ഡ്രൈവന്റെ കയ്യിലേക്ക് താ. എന്നെ വിശ്വസിക്ക്, ഞാൻ നിന്നെ ചതിക്കില്ല. അത് കേൾക്കുമ്പോൾ മൈക്കിൾ പറയും, ഞാൻ ആരെയും വിശ്വസിക്കില്ല. എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ രക്ഷപ്പെട്ടാൽ മാത്രമേ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവൻ ആ പോലീസുകാരിയും തള്ളിവിട്ട് അടുത്തുള്ള ഡോറിലേക്ക് ചാടി അത് മറുവശത്ത് നിന്ന് ലോക്ക് ചെയ്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ പോലീസുകാർ ആ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കുന്നുണ്ട്. ഇവന്റെ തലവട്ടം കണ്ടാ തീർന്നു. ചെറുക്കൻ വസ്ത്രമൊക്കെ മാറി ഒരു പ്ലംബറിന്റെ വേഷത്തിൽ അടുത്തുള്ള അപ്പാർട്ട്മെന്റിനകത്ത് കയറും. അവിടുന്ന് ഒരു പാവം ചെറുക്കൻ തന്റെ ഫ്ളാറ്റിലേക്ക് കയറവേ മൈക്കിൾ പിറകെ ചെന്ന് അവന്റെ മണ്ടയ്ക്കടിച്ച് അവനെ ഓഫാക്കിയിട്ട് ആ ചെറുക്കന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈ പെൻഡ്രൈവിൽ എന്താണെന്ന് ചെക്ക് ചെയ്യാണ്. ഈ നേരത്ത് ഹീറോ ഈ ഫ്രോഡുള്ള വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവർ റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ലേഡി പോലീസ് ചോദിക്കുക, നിനക്ക് ചാൻസ് കിട്ടിയിട്ടും നീ ആ ചെറുക്കനെ ഷൂട്ട് ചെയ്തില്ല. പോലീസുകാരെ കൊന്ന കൊലയാളി. അവൻ പറയുന്നതും കേട്ട് മാനത്ത് നോക്കി നിന്നു. ഒരുപക്ഷെ അവൻ എന്നെ കൊന്നിട്ടുണ്ടെങ്കിലോ? നീ അത് കണ്ടു രസിക്കോ? പേടിത്തൂറ, നിനക്ക് പേടിയില്ലെന്നാണല്ലോ എല്ലാരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ കൂടെ വരാൻ എനിക്ക് പേടിയാണ്. ഈ പെണ്ണുങ്ങൾ അനാവശ്യമായിട്ട് നമ്മളെ ടീസ് ചെയ്യൂട്ടോ, നിനക്ക് ധൈര്യമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് നാട്ടുകാരും അവളെ വീട്ടുകാരും തല്ലുമ്പം വീടിനകത്തും ഇരുന്ന് എനിക്കവൻ ആരിനെ தெரியாതെന്ന് പറഞ്ഞാളെ. എന്തായാലും ഇവിടെ കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ മൊട്ട പോലീസ് ഹീറോയെ അഭിനന്ദിക്കും. ഒരു സൺ ഓഫ് ബിച്ചിനെ നീ കൊലപ്പെടുത്തി, നന്നായതേ ഉള്ളൂ. ഇനി അടുത്തവനെ അധികം വൈകാതെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഹീറോ ചോദിക്കും, ഈ കേസ് ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിവരങ്ങളെല്ലാം നേരത്തെ ലഭിക്കുന്നത് നിങ്ങൾക്കാണല്ലോ. നിങ്ങളുടെ കെല്ലി പോലീസുകാരൻ അവരുള്ള സ്ഥലം എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഈ സ്ഥലം. അതിന് മുട്ട പോലീസ്, എനിക്കറിയില്ല, ആരെങ്കിലും ക്ലൂ കൊടുത്ത് കാണും എന്ന് പറയാണ്. ആ നേരത്ത് മേയറുടെ ആള് വന്നിട്ട് ഇനിയും അരമണിക്കൂറേ ഉള്ളൂ, അതിനു മുന്നേ നിങ്ങൾ ആ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റോഡ് ഓപ്പൺ ചെയ്യേണ്ടി വരും എന്ന് പറയാണ്. ക്യാപ്റ്റൻ പോലീസ് പറയും, പേടിക്കണ്ട, അരമണിക്കൂറിൽ നമ്മുടെ ചെറുക്കൻ കണ്ടുപിടിക്കുമെന്ന്. ഈ നേരത്ത് ഈ മരിച്ച ഫ്രോഡ് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തതായിട്ട് ഹീറോ കാണുന്നുണ്ട്. അതിലെ പെൻഡ്രൈവും പോയിട്ടുണ്ട്. സോ മൈക്കിൾ പറഞ്ഞത് സത്യമായിരിക്കണം. ഈ നേരത്ത് മൈക്കിൾ ആ പെൻഡ്രൈവിലുള്ള ഡാറ്റാസ് ഒക്കെ പുറത്തെടുക്കുക. കുറെ എക്സൽ ഷീറ്റാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴായിരിക്കും TV ന്യൂസിൽ പോലീസ് കില്ലർമാരിൽ 2 പേരിലെ ഒരാളെ 85 ഗ്രൂപ്പ് പോലീസ് കൊലപ്പെടുത്തിയെന്ന് കാണാം. 85 ഗ്രൂപ്പ് പോലീസ്. ആ മരിച്ച ഫ്രോഡും പറയുന്നുണ്ടായിരുന്നു ബ്ലഡി 85 എന്ന്. നമ്മുടെ മൈക്കിൾ ഈ എക്സൽ ഷീറ്റിൽ 85 എന്നുള്ള എക്സൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരുപാട് ബാഡ്ജ് നമ്പറുകൾ കാണുന്നുണ്ട്. ആ ബാഡ്ജ് നമ്പറിലുള്ള പോലീസുകാർക്ക് ഈ ഡ്രഗ്സ് വിറ്റതിന്റെ കമ്മീഷൻ പോയതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ തന്നെയാണ് ഈ ഡ്രഗ്സിന് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത്. അവരതിന്റെ വീതവും പറ്റുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ഈ പെൻഡ്രൈവിലുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് വേഷവും മാറി മൈക്കിൾ അവിടെ നിന്ന് ഇറങ്ങുക. മറ്റേ ചെറുക്കനെ കെട്ടിവെച്ചിട്ടുണ്ട്. നല്ല കോട്ട് സൂട്ടും ഇട്ട് ഇവൻ രക്ഷപ്പെടാൻ നോക്കവേ പോലീസുകാർ ഈ ബിൽഡിങ്ങിന് താഴെ തന്നെ നിൽപ്പുണ്ടാവും. കെട്ടിടത്തിന്റെ പിറകു വശത്തൂടെ അവൻ ഓടിപ്പോവാൻ നോക്കുക. അപ്പോഴേക്കും ആ ഫ്ളാറ്റിലെ ചെറുക്കനെ അടിച്ചിട്ടല്ലോ, അത് പോലീസുകാർ മനസ്സിലാക്കി അവിടെയാണ് മൈക്കിൾ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അങ്ങോട്ട് ഒരുപാട് പോലീസുകാർ പോവാ. ഈ വിവരം കിട്ടി ഹീറോയും ആ അപ്പാർട്ട്മെന്റിന് അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നമ്മുടെ മൈക്കിൾ ഓടി രക്ഷപ്പെടുന്നത് കുറെ പോലീസുകാർ കാണും. അവരിവനെ ഫോളോ ചെയ്ത് പോവാ. ഇതേ സമയത്ത് ഹീറോ ആ സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. ബാക്കി പോലീസുകാർ അവനെ കിട്ടിയ പാടെ കൊല്ലാൻ നോക്കുക. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കാതെ അവനെ രക്ഷപ്പെടുത്തി വിടുന്നു. എന്നിട്ട് പിടിക്കാൻ വേണ്ടി പുറകെ ചെല്ലുകയാണ്. ഒരു വമ്പൻ ചേസിംഗ് ആയിരിക്കും. ഹീറോ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു, മറ്റേ പോലീസുകാരി കാറിൽ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കുന്നു. അവസാനം ഈ ചെറുക്കൻ ഓടി ഒരു സബ്വേ ട്രെയിനകത്ത് കയറി. ഹീറോയും പുറകെ ചെന്ന് ആ ട്രെയിനകത്തേക്ക് കയറുന്നു. ഇപ്പൊ ബാക്കി പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹീറോയും ആ ചെറുക്കനും മാത്രമേ ഉള്ളൂ ട്രെയിനകത്ത്. ഹീറോ തോക്ക് ചൂണ്ടി, ഇനി നിനക്ക് രക്ഷയില്ല, ദയവ് ചെയ്ത് തോക്ക് താഴെ വയ്ക്ക്. എത്ര നേരം നീ ഓടിക്കൊണ്ടിരിക്കും? 8 പോലീസുകാരെയാണ് നിങ്ങൾ വകവരുത്തിയത്. അവരാരും വെറുതെ ഇരിക്കില്ല. അത് കേട്ട് ആഫ്രിക്കൻ പറയാണ്, ആ പോലീസുകാരും നല്ലവരായിരുന്നില്ല. പക്ഷെ താൻ അങ്ങനെയല്ല. താൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യമേ എന്നെ ഷൂട്ട് ചെയ്തേനെ. അപ്പൊ ഹീറോ ചോദിക്കും, നീ പറഞ്ഞ പെൻഡ്രൈവ്സ് എവിടെയാണ്? അതെനിക്ക് തന്നിട്ട് കീഴടങ്ങാൻ നോക്ക്. ഞാൻ നിന്നെ ജീവനോടെ വിടാം. നിനക്കൊന്നും പറ്റാതെ സംരക്ഷിക്കാം. ഇത് കേൾക്കുമ്പോൾ ആഫ്രിക്കൻ പറയാണ്, ആ ഡീലല്ല എനിക്ക് വേണ്ടത്. ഞാൻ ആ പെൻഡ്രൈവ്സ് നിങ്ങൾക്ക് തരാം, പക്ഷേ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണം. അപ്പൊ ഹീറോ, ഞാൻ നിന്നെ വെറുതെ വിട്ടാലും ആ പോലീസുകാർ വിടില്ല. കണ്ടാൽ ഉടനെ കൊന്നുകളയും. നിനക്കിപ്പോൾ ഉള്ള ഏക ചാൻസ് ആ പെൻഡ്രൈവ് തന്ന് കീഴടങ്ങുക. അത് മാത്രമാണ്. അത് കേൾക്കുമ്പോൾ ആഫ്രിക്കൻ പറയാണ്, അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പൊ ഹീറോ, നീ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഞാൻ നിന്നെ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞത് കേൾക്ക്, ദയവ് ചെയ്ത് കീഴടങ്ങ്. നീ മരിച്ചു പോയാൽ പിന്നെ യാഥാർത്ഥ്യം പുറത്തു വരില്ല മൈക്കിൾ. ഇതിനൊന്നും അർത്ഥമുണ്ടാവില്ല.
നിന്റെ ജീവന് ഞാൻ ഒരാപത്തും വരുത്തില്ല, ദയവ് ചെയ്ത് ആ തോക്ക് ഇങ്ങതാ. അത് കേൾക്കുമ്പോൾ മൈക്കിൾ ഹീറോയെ വിശ്വസിച്ച് അവന്റെ കയ്യിലെ തോക്ക് ഹീറോയ്ക്ക് കൈമാറുകയാണ്. എന്നാൽ അടുത്ത നിമിഷം ഈ മൈക്കിളുടെ നെഞ്ചത്ത് വെടിപൊട്ടി. വെടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഡ്രഗ് പോലീസുകാരി. അവൾ വെടിച്ചത് കണ്ടിട്ട് ഹീറോ അവളോട് ചോദിക്കുക, നിനക്ക് കണ്ണ് കണ്ടില്ലേടി മണ്ടി? അവൻ തോക്ക് തന്ന് കീഴടങ്ങായിരുന്നു, എന്നിട്ട് നീ എന്തിനാ ഷൂട്ട് ചെയ്ത്? എന്നോട് ചോദിച്ചോ? അത് കേട്ടാ പോലീസുകാർ പറയാ, ഞാൻ വിചാരിച്ചു അവൻ നിന്നെ ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന്. നിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവനെ ഞാൻ ഷൂട്ട് ചെയ്തത്. എന്തായാലും നല്ലവനൊന്നും അല്ലല്ലോ, പോലീസുകാരെ കൊന്ന ക്രിമിനലല്ലേ. ഇവളുടനെ സസ്പെക്ട് വെടികൊണ്ട് വീണു എന്നുള്ള വിവരം ബാക്കി പോലീസുകാരെ വിളിച്ചറിയിക്കും. ഹീറോ അപ്പോ ഈ ചെറുക്കന്റെ അവസ്ഥ പരിശോധിക്കുക. ആ ചെറുക്കൻ മരണപ്പെട്ടിട്ടില്ല, അവൻ അവസാന ജീവൻ ബാക്കിയുണ്ട്. ആ പെണ്ണ് ശ്രദ്ധിക്കാത്ത നേരം നോക്കി ഇവൻ ആ പെൻഡ്രൈവ് ഹീറോയ്ക്ക് കൈമാറിയിട്ട് പറയും കൂൾ ഹാൻഡ് എന്ന്, അതിന്റെ പാസ്വേഡാണ്. ഇതും പറഞ്ഞു കഴിഞ്ഞ് അവൻ മരിച്ചു വീഴാണ്. ആ പെൻഡ്രൈവ് ഹീറോ ഈ പെണ്ണും കാണാതെ ഒളിച്ചു വയ്ക്കും. എന്തായാലും ഇവൾക്കും അതിൽ പങ്കുണ്ടോ എന്ന് ഹീറോയ്ക്ക് ഇപ്പൊ സംശയമാണ്. അത് കഴിയുമ്പോൾ പോലീസുകാരെല്ലാം കൂടി ഇവരെ അഭിനന്ദിക്കുന്നുണ്ട്, 2 കൊലപ്പുള്ളികളെയും പിടിച്ചതിനായിട്ട്. ആ സമയത്ത് ഹീറോ തന്റെ ഫോണിലെ ചാർജ് തീർന്നു പോയിന്നും പറഞ്ഞ് ഈ ലേഡി പോലീസുകാരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കും. എന്നിട്ട് അവൻ അത് പരിശോധിച്ച് നോക്കുക. അതിൽ ആ മൊട്ട പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റുകാരുമായിട്ട് ഇവൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇവളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്, തിരിച്ച് അവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് ഹീറോയ്ക്ക് അറിഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ഹീറോ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ചെന്ന് നിന്റെ മകൾക്കൊരു ഹഗ് കൊടുക്കൂ, എന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോകും. എല്ലാ പോലീസുകാരും ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുറ്റവാളികളെ കിട്ടിയ സന്തോഷത്തിലായിരിക്കും മേയറും ആ സിറ്റിയും ഒക്കെ. ഉടനെ തന്നെ ബ്രിഡ്ജെല്ലാം ഓപ്പൺ ചെയ്യുന്നു. എല്ലാ ഗതാഗത സൗകര്യങ്ങളും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഇത് കഴിഞ്ഞന്ന് വൈകിട്ട് നമ്മുടെ മൊട്ട പോലീസ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡിയാവും, നീ വീട്ടിലേക്ക് വായോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അവസാനം വീടിനകത്ത് ആരെയോ കണ്ടിട്ട് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയാണ്. ഹീറോയുടെ കയ്യിലൊരു തോക്കുണ്ട്. പുള്ളിക്കാരൻ മൊട്ട പോലീസിനോട് അയാളുടെ തോക്ക് ടേബിളിലേക്ക് മാറ്റിവെക്കാൻ പറയും. എന്നിട്ട് തന്റെ മുന്നിൽ വന്നിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഫോണിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും അതെന്റെ ഭാര്യയായിരുന്നു, ഷിഫ്റ്റ് ചേഞ്ച് ആയ കാര്യം ഞാൻ പറഞ്ഞതാണ്, അവൾക്കത് ഇഷ്ടമായില്ല, ഫാമിലി ലൈഫല്ലേ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് കേട്ട് ഹീറോ തന്റെ കയ്യിലെ പെൻഡ്രൈവ് കാണിച്ചിട്ട് ആ ബാറിലുണ്ടായിരുന്ന ജീവനക്കാരൻ തന്റെ പാർട്ട്ണറായിരുന്നു. അവിടെ സ്റ്റോർ ചെയ്തിരുന്ന ഡ്രഗ്സ് തന്റേതായിരുന്നു, തന്റെയും തന്റെ കൂട്ടാളികളുടെയും. പോലീസ് വാഹനം ഉപയോഗിച്ചിട്ടാണ് താൻ അവിടുത്തെ ഡ്രഗ്സ് സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി തന്റെ ഡ്രഗ് ഉള്ള സ്ഥലം എങ്ങനെയോ ഈ കൊള്ളക്കാർക്ക് ലീക്കായിട്ടുണ്ട്. അതവരടിച്ചു മാറ്റും എന്ന് മനസ്സിലാക്കിയ നിന്റെ പോലീസുകാരെ വിട്ട് അതവിടുന്ന് സ്ഥലം മാറ്റാൻ പറഞ്ഞു. എന്നാൽ അതേ സമയത്താണ് ആ ചെറുക്കന്മാര് ഈ ഡ്രഗ്സ് അടിച്ചു മാറ്റാൻ അങ്ങോട്ട് വന്നത്. അവരെ ബാഡ് ലക്കിന് ആ ഫൈറ്റിൽ എല്ലാ പോലീസുകാരും മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് നീ പണം കൈമാറാൻ ഉപയോഗിക്കുന്ന ഫ്രോഡ് അയാളടുത്തേക്ക് തന്നെയാണ് ഈ പയ്യന്മാരും ചെല്ലുന്നത്. അയാളെയും കൊന്ന് ആ സ്ഥലം മുഴുവൻ നീ അടിച്ചു നിരപ്പാക്കി, നിന്റെ കള്ളത്തരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആ മൊട്ട പോലീസ് പറയും, നീ ബുദ്ധിശാലിയാ, എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് നീ അറിഞ്ഞിട്ടില്ല. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ടീമിലെ പോലീസുകാർക്ക് വേണ്ടിയും കൂടിയാണ്. അവർക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്റെ എത്ര പിള്ളേര് മരണപ്പെട്ടിരിക്കുന്നു എന്നറിയുമോ? ആർക്കെല്ലാമോ വേണ്ടി ഓടി ഈ സിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ എത്രയോ പോലീസ് പിള്ളേര് മരണപ്പെട്ടിരിക്കുന്നു. അവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോലീസുകാർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം, അതുകൊണ്ട് ഈ സിറ്റിയിൽ ജീവിക്കാൻ പറ്റുമെന്നാണോ നീ കരുതുന്നത്? പലർക്കും വീടില്ല, വാടക കൊടുക്കാൻ കഴിവില്ല. വരുമാനം ഇല്ലാത്ത കെട്ടിയവന്മാരെ എത്ര ഭാര്യമാരാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഇതെന്റെ പിള്ളേരെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അവരെ മാരേജ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. അതിന് ഈ ശമ്പളം തികയില്ല എന്ന് നിനക്കും അറിയാം. ഈ സിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇവിടെയുള്ള മനുഷ്യരാരും തന്നെ അവരെ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കാണ്, കാണുന്നവരെല്ലാം വെറുക്കാണ്. അവർക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിതെല്ലാം ചെയ്ത്, എന്റെ ടീമിന് വേണ്ടിയിട്ട്. കൊലയും കൊള്ളയും ചെയ്യുന്നവന് അവൻ്റെതായ ഒരു കാരണം ഉണ്ടാവുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം. പക്ഷെ അതേ അവസ്ഥയിലാണ് ഹീറോ ജീവിക്കുന്നത്. അത് ഈ കിഴങ്ങനെ മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഹീറോ പറയും, എന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ സാധാരണ രീതിയിലല്ല ആ കള്ളന്മാർ ആക്രമിച്ചത്. ഒരുവൻ തലയടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. എന്റെ അപ്പന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അത്രയും പീസാക്കി കളഞ്ഞു. കോടതിയിൽ ജഡ്ജി ചോദിച്ചപ്പോ ആ കള്ളന് താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ലായിരുന്നു. ഞാൻ അത്രത്തോളം കൊക്കെയിൻ അടിച്ച് അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ മയക്കുമരുന്നിന്റെയൊക്കെ എഫക്റ്റ് കണ്ടോ? അതാണിപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. ഹീറോ പറയും, എല്ലാ കാലത്തും ഇവിടെ ഡ്രഗ്സ് ഉണ്ടായിട്ടുണ്ട്, അതിനാൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആ രക്തത്തിന് പോലീസിന്റെ പങ്കുണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല, ഞാനതിന് അനുവദിക്കില്ല. ഇത് കേൾക്കുമ്പോൾ മൊട്ട പോലീസ് പറയാണ്, നിനക്കൊരിക്കലും ഞാൻ കുറ്റക്കാരനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നീ അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഒറ്റപ്പെടുകയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ ആരും തന്നെ നിന്നെ സഹായിക്കില്ല. നീ ഒറ്റപ്പെട്ടു പോകും, ഒരുപാട് പോരാടേണ്ടി വരും. അതല്ലെങ്കിൽ നിനക്ക് കണ്ണടച്ചു വിടാം, നിന്റെ ജോലി നോക്കി പോകാം. എന്താണ് നീ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ സാത്താനെ നേരിടാനാണ്, അതിന്റെ കണ്ണിലേക്ക് നോക്കാൻ തന്നെയാണ്
തീരുമാനിച്ചിരിക്കുന്നത്. സോ ഹീറോ എന്തായാലും വഴങ്ങില്ല എന്ന് ഈ പോലീസുകാരന് മനസ്സിലായി. അയാൾ നേരത്തെ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പുള്ളിക്കാരന്റെ സഹപ്രവർത്തകർ, ടീമിലെ മറ്റുള്ള പോലീസുകാർ, അവർ ഈ വീടിന് സൈഡിൽ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഹീറോ പറയുന്നതെല്ലാം കേട്ടവര് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ അണ്ണൻ ഷൂട്ടിങ്ങിൽ മാസ്റ്റർ ആണല്ലോ. പുള്ളിക്കാരൻ എഴുന്നേറ്റ് പടപടയെന്നും പറഞ്ഞ് അകത്തേക്ക് വരാൻ ശ്രമിച്ച 2 പേരെ പൊട്ടിച്ചിട്ടു. പിന്നുള്ളത് ആ ഗുണ്ട് പോലീസുകാരനും ഒരു വെള്ളക്കാരനുമാണ്. ഗുണ്ടനെ നേരത്തെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവന്റെ നെറ്റിക്ക് ഒരു പൊട്ടും കൊടുത്ത് അവനെ സൈഡാക്കി. പിന്നെ ആ വെള്ളക്കാരൻ അതൊരു കുഞ്ഞു പോലീസ് സ്വഭാവം. അതുകൊണ്ട് അവന്റെ കണ്ണിന് വെടിച്ച് അവനെ കൊന്നുകളഞ്ഞു. ഇനിയിപ്പോൾ മുട്ടയുള്ളൂ. മുട്ടയ്ക്ക് പള്ളയ്ക്കൊരു വെടി കിട്ടിയിട്ടുണ്ട്. ഇതിൽ പിടിക്കപ്പെട്ടാൽ പിന്നൊരു ജീവിതമില്ലെന്ന് ഇവർക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഹീറോയെ തീർക്കാൻ നോക്കുന്നത്. മുട്ടയ്ക്ക് വെടിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ, ജീവിക്കണമെങ്കിൽ നിങ്ങൾ പുറത്തു വരൂ, കേസിന്റെ കാര്യങ്ങൾ പിന്നീടല്ലേ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാണ്. എന്നാൽ മുട്ട കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. പുള്ളി ഡോറി നോക്കി ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഹീറോ അത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവൻ കുനിഞ്ഞാണ് നടന്ന്. എന്നിട്ട് തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ കാലി കൊണ്ട് അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ പുള്ളി കൺമുന്നിൽ പിടിക്കപ്പെടുകയാണ്. ഇനിയും നിങ്ങൾ തോക്കുയർത്താൻ ശ്രമിക്കണ്ട, എല്ലാം കഴിഞ്ഞു, കീഴടങ്ങൂന്നും പറഞ്ഞ് ഹീറോ തോക്ക് ചൂണ്ടി നിൽക്കവേ അയാൾ കീഴടങ്ങുന്ന പോലെ കാണിച്ചിട്ട് അവസാന നിമിഷം പറ്റിച്ച് ഹീറോയെ ഇല്ലാതാക്കാൻ നോക്കുക. ഈ വില്ലന്മാരൊക്കെ അങ്ങനെയാണ്. അവസാനം ഒരു ചെറിയ ഗ്യാപ്പെങ്കിലും കിട്ടിയാൽ തീർത്തിട്ട് രക്ഷപ്പെടാൻ നോക്കും. നാസിസ്റ്റുകളായിരിക്കും. ഹീറോ കൗബോയ് അല്ലേ. അയാൾ തോക്ക് പൊക്കുമ്പോഴേക്കും മണ്ടയിലേക്ക് വെടി കൊടുത്തു. എന്നിട്ട് ആ ബോഡിക്കരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ ലേഡി പോലീസുകാരി അങ്ങോട്ട് വരുന്നത്. അവളും ഇൻഫർമേഷൻ കിട്ടിയിട്ട് വരുന്നതാണ്. ആ പോലീസുകാരി വന്നത് മനസ്സിലാക്കിയിട്ട് ഹീറോ പറയാണ്, കഴിഞ്ഞു, ഇയാൾ പോയി, ഇറ്റ്സ് ഓവർ, എല്ലാം ഓവർ. ഇനി നീ ഒന്നിനും ശ്രമിക്കേണ്ട, ആ തോക്ക് താഴെ വെച്ച് കീഴടങ്ങ്. ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യില്ല, ഞാനും എൻ്റെ തോക്ക് താഴെ വയ്ക്കാൻ പോവാണ്, ഞാൻ തിരിയാം, നീ കീഴടങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് ഹീറോ തിരിയാ. അപ്പം ആ പെണ്ണ് പറയും, നിന്റെ കയ്യിലെ പെൺഡ്രൈവ് ഇപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി നീ എങ്ങനെ പ്രൂവ് ചെയ്യും, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യാം. അപ്പം ഹീറോ, അത് ആ പെൺഡ്രൈവിൽ വെച്ച് ഇത്രയും നേരം കാത്തിരിക്കാൻ ഞാൻ മണ്ടനല്ല, എല്ലാ എവിഡൻസും ഇപ്പം ലോകം അറിഞ്ഞു കഴിഞ്ഞു, അടുത്ത നിമിഷം തന്നെ ഇവിടേക്ക് പോലീസ് എത്തും. ഇത് പറഞ്ഞു തീരും മുന്നേ പോലീസ് വണ്ടിയുടെ സൈറൻ കേൾക്കാം. ഈ പെണ്ണിന് അവസാനമായിട്ടൊരു ചാൻസ് കൊടുക്കുകയാണ് ഹീറോ. നീ ഇപ്പം എന്നെ കൊല്ലാൻ നോക്കിയാൽ പിന്നെ കൊച്ചിനെ കാണാൻ പറ്റാത്ത അമ്മയായി ദൂരെ എവിടെയെങ്കിലും പോയി കഴിയേണ്ടി വരും. അതിന് നിനക്ക് കഴിയുമോ? അതിനുള്ള അവസരം ഉണ്ടാവോ? അതാണോ നീ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് പറയുന്നത് കേൾക്ക്, ആ തോക്ക് താഴെ വെച്ച് കീഴടങ്ങ്. നിനക്കത് മാത്രമേ ഉള്ളൂ ചോയ്സ് ആയിട്ട്. ഇത് കേൾക്കുമ്പോൾ പെണ്ണ് കരഞ്ഞുകൊണ്ട് തോക്ക് താഴേക്ക് വെക്കുക. ഒപ്പം ഹീറോ ബാഡ്ജും വെക്കാൻ പറയും. അത് കഴിഞ്ഞ് അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ പോലീസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറ പറ്റിയ പോലീസുകാരോട് പിന്നെ സെന്റിമെന്റ്സ് നോക്കേണ്ട ആവശ്യമില്ല, അവരും ക്രിമിനൽസ് ആണ്. അങ്ങനെ ആ ബാഡ് ഗേളിനെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഹീറോ അവിടെ നിന്ന് കാർ ഓടിച്ച് പോവാണ്. തൻ്റെ ജോലി ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി അടുത്തൊരു കൊലപാതകം അന്വേഷിക്കാനുണ്ട് നാളെ രാവിലെ. അതിനു മുന്നേ ചെന്ന് കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് ഹീറോ വണ്ടി ഓടിച്ച് പോവാണ്. അവൻ പോവാണ്, കേസ് അന്വേഷിക്കാൻ പോവാണ്, നാളെ രാവിലെ പോവാണ്. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. To the correspondency have victim so many accusations provided by the worldwide organization to protect the nationwide choreography. Thank you. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then it's bye from Uru. കഥ